അല്ല, SIRൻ്റെ കാര്യത്തിൽ ഔദ്യോഗികമായ വിവരങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. ഇപ്പോൾ ബീഹാറിൽ നടപ്പിലാക്കിയതുപോലെ ഉള്ള ഏർപ്പാടാണെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഔദ്യോഗിക വിവരം വരണം. ഇപ്പോൾ ബീഹാർ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വോട്ടർമാരെ ചേർത്താനല്ല താല്പര്യം, പുറന്തള്ളാനാണ് താല്പര്യം. ഒരു പുറന്തള്ളൽ പ്രക്രിയയാണ് ബീഹാറിൽ നടന്നത്. വോട്ടർ പട്ടികയിൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്നവർ മതി എന്ന് കരുതി മുന്നോട്ട് പോയാൽ അത് ജനാധിപത്യമാവില്ല. ഇപ്പോൾ പ്യൂരിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ബീഹാറിലെ കാര്യം ഞാൻ പറയുന്നത് പ്യൂരിറ്റിയെക്കുറിച്ച്. അപ്പോൾ ശുദ്ധിയില്ലാത്ത പട്ടികയാണ് അല്ലേ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ശുദ്ധിയില്ലാത്ത പട്ടിക വെച്ചിട്ടാണോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ അധികാരത്തിൽ വന്നത്? അപ്പോൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കേരളത്തിൻ്റേത് ആധികാരികമായി വരണം. പിന്നെ വോട്ടർ പട്ടികയിൽ പൗരൻ, ഭരണഘടനാ പ്രകാരം പൗരനായൊരു വ്യക്തി, അതുപോലെ തന്നെ 18 വയസ്സ് തികഞ്ഞൊരു വ്യക്തി വരേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. അത് ഉത്തരവാദിത്തം അവരിൽ മാത്രം അർപ്പിതമല്ല. ഇതിപ്പോൾ എന്തോ വോട്ടറാണ് വോട്ടർ പട്ടികയിൽ പേര് വരാൻ എല്ലാ നിലയിലും പോകേണ്ടത്, ഇടപെടേണ്ടത് എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള നീക്കം ജനാധിപത്യപരമല്ല എന്നുള്ളത് ബീഹാർ സംഭവത്തിൽ തെളിയിച്ചാണ്. ബീഹാറിലെ പ്രക്ഷോഭങ്ങൾ, സുപ്രീം കോടതിയുടെ പരാമർശം, ഇതൊക്കെ ഉണ്ടായൊരു ഘട്ടത്തിലും ഇങ്ങനെ തിരക്ക് പിടിച്ച് ഇത്തരമൊരു നിലപാട് തമിഴ്നാട്ടിലും ബംഗാളിലും കേരളത്തിലും സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഭാവിയിൽ കാണേണ്ടതാണ്. ബീഹാർ മോഡൽ കേരളത്തിൽ നടപ്പിലാക്കാനാണ് ശ്രമിക്കുകയെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിലോ വോട്ടർ പട്ടികയിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ജനാധിപത്യപരമായി പരിശോധിക്കുന്നതിനോ ആരും ഇവിടെ എതിരല്ല. എന്നാൽ താല്പര്യം ജനാധിപത്യപരമല്ലാതായി മാറുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണം സ്വാഭാവികമായിട്ടും ഉയരും. വോട്ടർമാരെ ചേർത്തലാണ്, ഇൻക്ലൂസീവ്നെസ് ആണ് വേണ്ടത്, പുറന്തള്ളലല്ല. പുറന്തള്ളൽ സമീപനത്തിൽ SIR ബീഹാർ മോഡൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനെതിരെ നിലപാട് സ്വീകരിക്കും. അതിന് മറ്റു കാര്യങ്ങൾ വന്നിട്ടേ അതിൽ പറയാൻ വേണ്ടി പറ്റൂ. കേരളത്തിൽ സർക്കാരും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ ആധികാരികമായ ഔദ്യോഗികമായ കാര്യങ്ങൾ വന്നതിന് ശേഷം കാര്യങ്ങൾ മുന്നോട്ട് പറയും. എന്തായാലും പാലക്കാട് ജില്ലയ്ക്ക് വലിയ പരിഗണനയാണ് ടൂറിസം മേഖലയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. അതിനിയും നൽകും. ഇപ്പോൾ സിനിമാ ടൂറിസം പുതുതായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലാണ് നടപ്പിലാക്കുന്നത്. സിനിമാ ടൂറിസം നടപ്പിലാക്കുമ്പോൾ സിനിമാ ഷൂട്ടിങ്ങുകൾ നടന്ന പ്രസിദ്ധമായ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ മൺട്രോത്തുരുത്ത് പോയപ്പോൾ അവിടെ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ സിനിമയുടെ ആ വീടുണ്ട്, ആ കല്യാണമൊക്കെ നടക്കുന്ന വീടുണ്ടല്ലോ, ആ വീടുണ്ട്. അവിടെ ഇപ്പോഴും ആ വീട് കാണാൻ ആൾ വരുന്നുണ്ട്. സിനിമാ ടൂറിസം ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി കിരീടം, മോഹൻലാലിൻ്റെ കിരീടം സിനിമയിലെ കിരീടം പാലമാണ് തിരുവനന്തപുരത്ത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും അധികം സിനിമാ ഷൂട്ടിംഗ് നടന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. വിജയിച്ച സിനിമയും വിജയിക്കാതെ പോയ സിനിമയും. സിനിമാ ടൂറിസം കേരളത്തിൽ വ്യാപകമായി നടപ്പിലാക്കുമ്പോൾ അതിന് നായകത്വം വഹിക്കാൻ വേണ്ടി പോകുന്ന, നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ വേണ്ടി പോകുന്ന ജില്ല പാലക്കാടായിരിക്കും. ആ നിലയിലേക്കാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്.